ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മാഡം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ റിസോർട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. മാഡത്തിന് അനിയത്തിയും മാഡത്തിന് മോളും പാടെ ചെക്കന്മാരൊക്കെ ഇന്നലെ അവിടെ പോയി തിരിച്ചു വന്നിക്കണമെന്ന് തോന്നുന്നു. തിരിച്ചു വന്നിക്കണം. ചെക്കൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഒരുത്തൻ മറ്റേ നമ്മുടെ നിസാം പെട്രോളിലാണ് പോയത്. ഒരുത്തൻ അതാ കാണുന്ന ലെക്സസ്, ഇതല്ല അതിൻ്റെ ബാക്കത്തെ വണ്ടി, ആ ലെക്സസിലാണ് പോയത്. അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു പോയി വന്നിക്കണം. അപ്പോൾ തള്ളിയും അതേപോലെ നമ്മുടെ മാഡത്തിൻ്റെ അനിയത്തിയും അതേപോലെ മാഡത്തിൻ്റെ മോളും അവരവിടെയാണ് ഉള്ളത്. പിന്നെ ആക്ച്വലി നമ്മുടെ പിക്കപ്പിൻ്റെ പാർക്കിങ്ങാണിത്. ഇത് ഈ വീട്ടുകാരൻ്റെ പാർക്കിങ്ങാണ് ശരിക്കും. പക്ഷെ അവരിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് ഒരു രണ്ട് വണ്ടി, അപ്പോൾ മൊത്തം 3 വണ്ടി ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ അവർ ഫ്രണ്ട് കിട്ടു, ഉള്ളിലത്തെ വണ്ടി പുറത്ത് കിട്ടു, ഇവിടെ ഒരു വണ്ടി കൂടി വരും. അപ്പോൾ പോയിക്കാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ പാർക്കിങ് പോയി, പിന്നെയുള്ള ഇവിടെയാണ് പാർക്കിങ്. പക്ഷേ ഇവിടെ നമുക്ക് ഭാഗ്യം പോലെയാണ്, കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്നത് കണ്ടോ, കുറച്ച് ലോങ്ങിലാണ്. അതാ കിടക്കുന്നത് നമ്മുടെ പിക്കപ്പ്. അപ്പോൾ ഞാനൊന്ന് പോയി വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് തണുപ്പൊക്കെ അല്ലേ, ഒന്ന് എഞ്ചിനൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാൻ വിചാരിച്ചു. നമുക്ക് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ പോവുക അറാമിക്സിക്ക് പോകണം. അതായത് കൊറിയർ സർവീസാണ്. അപ്പോൾ അവിടെ പെണ്ണിൻ്റെ ഷിപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ മൈസൂറുള്ള അറാമിക്സിൽ പോയി നോക്കാം, ഷിപ്മെൻറ്റ് ഇവിടെയാണോ വന്നിരിക്കുന്നത്, വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലാണോ എന്നുള്ളത് അത് അവർക്ക് അറിയാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത് നോക്കിയതിന് ശേഷം അവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷിപ്മെൻറ്റ് കളക്ട് ചെയ്യുക, ഇവിടെ നിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മാഡം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ട് അവരുടെ എടുക്കാൻ പോകാൻ. അത് ഇനിയിപ്പോൾ എപ്പോഴാണ് വിളിക്കുക എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്നും ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു മൂടിയ അവസ്ഥയാണ് കാണുന്നത്. പിന്നെ അതേപോലെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തുള്ളി മഴകളായിട്ടൊക്കെ പെയ്തിട്ടുണ്ട് ഇവിടെ. ഇന്നിപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്നലെ മഴക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ മഴ പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് പെയ്യാനുള്ളൊരു മൂഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ പെയ്യുമെന്നുള്ളതും അറിയില്ല. നാളെ വ്യാഴാഴ്ചയാണ്, വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ വണ്ടികൾ കഴുകാനായി. അപ്പോൾ അതിനനുസരിച്ചിട്ടാവും മഴേൻ്റെ ഒരു വരവ്. ഞങ്ങളുടെ അതായത് ഇവിടുത്തെ ഒരു ഞങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും വീക്കെൻഡിലായിരിക്കും മഴ പെയ്യുക. കാരണം എന്താ പറയുക, നമ്മൾ രാവിലെ ഒരു 4-5 വണ്ടിയൊക്കെ ഇരുന്ന് കഴുകും. എന്നിട്ട് ആ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു മഴയാണ്, ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ. അപ്പോൾ ആ കഴുകിയതൊക്കെ വേസ്റ്റാവും. അങ്ങനെയാണ് മിക്കപ്പോഴും സംഭവിക്കൽ. ഇനിയിപ്പോൾ അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ നമ്മുടെ മിസൈമറിലുള്ള അല്ല ഈ സ്ഥലത്തിന് അറിയാം, അല്ല മിസൈമർ മനാസിറോ അങ്ങനെ മനാസിർ സിഗ്നലിൽ അല്ല, സോറി മനാസിർ സിഗ്നലാണ്. മനാസിറിൻ്റെ ആ സ്ട്രീറ്റിലുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കണ്ടോ ഫുള്ള് ഫുഡിൻ്റെ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ എവിടെയായിട്ടാണ് നമ്മളന്ന് അറാമിക്സിൻ്റെ ഒരു ഓഫീസ് കണ്ടത്. നമ്മളിപ്പോൾ അതിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആ സിഗ്നലുണ്ട്, അതാണ് നമ്മുടെ മനാസിർ സിഗ്നൽ പറയും. അപ്പോൾ ഇവിടെ ഫുള്ള് ഫുഡുകളല്ലേ പരിപാടി. അത് അറാമിക്സ്. ഓക്കെ, നമുക്ക് അറാമിക്സിൻ്റെ ഓഫീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓഫീസല്ല, ഇതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമുക്കിനി ഇവിടെ നോക്കി നോക്കാം. പാർക്കിങ് ഇതിലിടാം, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഞാനൊന്ന് അതിൻ്റെ ഉള്ളിൽ പോയി ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എന്താ ലെവൽ എന്നുള്ളത്. അത് കിട്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കട്ടെ. കിട്ടണമെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന സംഭവം നടന്നില്ല, കാരണം ആ ഷിപ്മെൻറ്റ് ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല. അത് ടൈം എടുക്കും. പക്ഷെ അവർക്ക് ഇത് ആരെ ഷിപ്പ്, അതായത് ഇത് ഓർഡർ ചെയ്താളുടെ ഐഡീൻ്റെ ഫ്രണ്ടും ബാക്കും വേണം. അതായത് ഖത്തർ ഐഡീൻ്റെ ഫ്രണ്ടും ബാക്കും വേണം. നമ്മുടെ ആണെങ്കിൽ ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അയക്കണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഷാഹിദ്ക്കുണ്ട്. ഞാൻ തുടക്കത്തിൽ കാണിക്കാൻ വിട്ടുപോയി ഷാഹിദ്ക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊന്നും നടന്നില്ല. അപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് ഭൂസിദ്ര ലുലു ഉണ്ട്, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ അല്ലേ? അപ്പോൾ ഞങ്ങളൊന്ന് ലുലു പോയിട്ടൊന്ന് റൗണ്ട് അടിക്കട്ടെ. ഞങ്ങൾ എന്താ അവിടുത്തെ ലുലുവിൻ്റെ അവസ്ഥ, അവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് പോയി. കഴിഞ്ഞ ആഴ്ച പോയതാണ് ഇവിടെ. വല്ല ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. പോയില്ലേ, മാറ്റം വന്നാ നോക്കാലോ. അപ്പൊ നമ്മളെന്തായാലും അങ്ങനെ ഒന്ന് പോട്ടെ. ഇനിയിപ്പോ അവിടുത്തെ ലുലുവിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചാൽ. പക്ഷെ അടിപൊളിയാണ് അവിടെ ചുറ്റും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചുറ്റും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങള്. നമുക്ക് കുറച്ച് നടക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ച പോയപ്പോഴല്ലേ ചങ്ങായി. എന്നാ പിന്നെ അവിടെ ചെടികൾ വലുതായിക്കണമെന്ന് നോക്കിയിട്ട് പോരാ. എന്നാ പിന്നെ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഭൂസിദ്രയിലെത്തി. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഭൂസിദ്ര മാൾ എന്ന് പറയും. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് അടുത്തുനിന്ന് കൂടി കാണിച്ചില്ല. പക്ഷെ റോഡിൽ നിന്നുള്ള ഒരു ഫുള്ള് നീളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ടേ. എന്താ ചായ
അത് പൊളിക്കും. അപ്പോൾ ഇതിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ ഡൈസോ പറഞ്ഞിട്ടുള്ള ജപ്പാൻ്റെ ഡൈസോ ജപ്പാൻ പറഞ്ഞിട്ടുള്ള അവർക്ക് അതുണ്ട്, ഒരു ക്ലിനിക്ക് ഉണ്ട്, അങ്ങനെ 1-2 സാധനങ്ങളുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടോ ഗ്ലാസ് ആട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ യൂസഫായില്. അതേപോലെ ഡൈസോ ജപ്പാൻ അവിടെ നല്ല വലുതായിട്ട് എഴുതിയിരിക്കുന്നത് അബൂസ് ഇത്രാമ്പാണെന്ന്. എന്നാലും നമ്മൾ അടുത്താണല്ലോ പോകുന്നത്, ഞാൻ അവിടെ പോയിട്ട് കാര്യമായിട്ട് ഒന്ന് കാണിക്കാൻ ചുറ്റുപാടൊക്കെ അല്ലേ. അതന്നെ നമ്മളങ്ങനെ ഷായദ്ക ബൂസിദ്ര ലുലുവിൽ എത്തിയിട്ടുണ്ട്. ബൂസിദ്ര ലുലു അല്ല, ബൂസിദ്ര മാളില്. ബൂസിദ്ര മാള്, ബൂസിദ്ര അല്ല അബൂസിദ്ര. അപ്പൊ ഈ സ്ഥലങ്ങൾക്കാണ് ബൂസിദ്ര എന്ന് പറയുന്നത്. അബൂസിദ്ര മാള്. പക്ഷെ എങ്കിൽ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉള്ളത് ആ ഭാഗത്തെ പാർക്കിംഗ് ഉള്ളൂ എന്നാ തോന്നണത്. ഈ ഏരിയയിലൊക്കെ ലോക്കാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഒച്ചമ്പാടൊന്നും ഇവിടെ കാണാനില്ല. എത്തിയിട്ടില്ല, നമ്മൾ തന്നെയാണ് ഫസ്റ്റ് തോന്നിരിക്കും. അവിടെ എഴുതിക്കുന്നുണ്ട് അതിലും കത്തന്നൊക്കെ ബീജം ഇട്. എന്താ പറയാ, ബീജം വേണ്ട അങ്ങനെ പറഞ്ഞു. പറയുമ്പോലെ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ലുലു അല്ല പാർക്കിംഗ് ഉണ്ട്, ഞാൻ മറന്നുപോയി. നമുക്ക് അവിടെ പോകാം. ഹോം ബോക്സ് നമ്മുടെ ബ്രാൻഡിങ് കണ്ടില്ലേ ലുലുവിന്റെ, ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണുന്നില്ലല്ലോ എങ്ങനെ. അത് പോയി പക്ഷെ ആ പച്ച കളർ വലുതായി കിട്ടിട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ നമ്മളെന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ട് ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് നമ്മൾ എടുക്കൂല. അത് നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയാ സ്വകാര്യതയിൽ എന്ത് പെട്ടെന്ന് പറയാ നമ്മളെ പെട്ടെന്ന് എന്താ പറയാ കടന്നു കയറുന്നില്ല, കേറി ചെല്ലണില്ല. അതെ കയറി ചെല്ല അങ്ങനെ ചെല്ല എന്താ വെച്ചാൽ അത് ചെയ്യുന്നില്ല. നമുക്ക് വണ്ടി പാർക്കിംഗ് എത്തിയിട്ടുണ്ട് നമ്മള്. ഇവിടെ ഇടാം അല്ലേ? ഫ്രണ്ടിലുണ്ടോ? ഫ്രണ്ടില് ഒരു ഗ്യാപ്പ് കേട്ടോ. എന്താ ഒരു സൗണ്ട്? ട്രോളി സ്റ്റാഫ് ഇവിടെ കാര്യമായിട്ട് ഒരു ഒച്ചപ്പാട് ഇല്ലാട്ടോ. ലുലു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ലുലു ഏതാന്ന് വെച്ചാൽ നമുക്ക് മത്തർക്കദീം അമ്മോ മത്തർക്കദീം അല്ലെങ്കിൽ മത്തർക്കദീമത്തെ ലുലു ഒരു വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ കുറേ കാലമായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യലാവില്ല. അപ്പം എന്തായാലും നമുക്ക് ഞാൻ ഉള്ളിൽ കയറാം, എന്നിട്ട് റൗണ്ട് അടിക്കാം, എന്നിട്ട് തിരിച്ചങ്ങോട്ട് പോരാം. അപ്പം നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ എത്തണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആറാമാക്സ് കയറിയിട്ട് പോവാം. അത് പൊളിക്കും. നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലാണ്, ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഓണാക്കുന്നത്. നമ്മുടെ എസ്കലേറ്ററിൽ പോകുന്ന ഒരു വ്യൂ ഇതിങ്ങനെ ഈ എസ്കലേറ്റർ നമ്മുടെ നാട്ടിൽ കുറവുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റെപ്പാണ്, ഇതിങ്ങനെ ഒഴിച്ച് പോണ പോലത്തെ സാധനമാണ് പറഞ്ഞാൽ. ഇത് എയർപോർട്ടിലുള്ള ഒരു ഏതിൽ ഞാനും ഷാഹിദിക്കും പാടെ നമ്മളെ ലുലുവിലെ ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോൾക്ക്. ഏതാ നിർത്താം അയ്യോ. അപ്പോൾ കയറി ചെല്ലണ തന്നെ വലിയൊരു ഡിസ്പ്ലേയിലേക്കാണ്. അത് ശരിക്കും എന്തിനുള്ളതെന്നറിയോ? അത് ഈ അല്ലല്ല എന്തിനുള്ളതെന്നറിയോ? എല്ലാരും വിചാരിക്കുക ചെരുപ്പ് തുടയ്ക്കാനുള്ളതാണ്. അതല്ല, നമ്മുടെ ഈ ചെരുപ്പ് അല്ലെങ്കിൽ സാരി ഡ്രസ്സുകളൊക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങാതെ ഇരിക്കാനുള്ള സാധനമാണ്. അതിനാണ് ആ ബ്രഷ് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അല്ല, അത് നമുക്കറിയാലോ. എന്ത് നമ്മളിപ്പോ ഇതിലൊരു തമാശയായിട്ട് പറഞ്ഞല്ലേ. അപ്പൊ ഞാനും ഷാഹിദിക്ക് ലുലുവിൽ കൂടെ ഇറങ്ങി. എന്നാലും കാണുന്നതൊക്കെ അത് കണ്ട് അല്ലേ. ഇനി അടുത്ത പരിപാടി നേരെ പോവാൻ. മാഡം 11:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 12-1 മണിയാകുമ്പോഴത്തേനും നമ്മുടെ റിസോർട്ടിൽ വിലയിലൊന്നും വല്ലൊരു മാറ്റം വന്നിട്ടില്ല അല്ലേ? വില ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഒന്നിനും ഒരു കാര്യമായിട്ടുള്ള മാറ്റം ഒന്നിനും വന്നിട്ടില്ല. അതിപ്പോ അങ്ങനെ നമ്മുടെ കായില്ലാണ്ടാവുമ്പോ ഒന്നിനൊരു മാറ്റം വരില്ല. അപ്പോൾ പറഞ്ഞ പോലെ 11-11:30 ഇനി മാഡത്തിന് എടുക്കാൻ വേണ്ടി പോകണം. ഏകദേശം ഒരു 12:30-1 മണിയാകുമ്പോഴത്തേ അവിടെ എത്തണം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വ്ളോഗിൽ. എന്തായാലും അടുത്തൊരു വീഡിയോസുമായി വരുന്നവരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.